മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലക്കേസിൽ നിർണായക കണ്ടെത്തൽ. സ്ഥലത്തെ പരിശോധനയിൽ അസ്ഥിക്കൂടം കണ്ടെത്തി. സാക്ഷി പറഞ്ഞ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, എന്തായാലും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ ഈ 13 പോയിന്റുകളിൽ ആദ്യത്തെ പോയിന്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ വസ്ത്രവും അതോടൊപ്പം തന്നെ ID രേഖകളും ലഭിച്ചു. ഇപ്പോൾ 6ാമത്തെ പോയിന്റിലാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് 6 മുതൽ 13 വരെയുള്ള പോയിന്റ് ആയിരുന്നു. അതിൽ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥിക്കുടം കണ്ടെത്തിയിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ സത്യമാകുന്നു എന്നൊരു തെളിവാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും നമുക്കും ലഭിച്ചിരിക്കുന്നത്. അസ്ഥിക്കുടം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആരുടേതാണെന്നാണ് ഇനി അടുത്തൊരു കണ്ടെത്തൽ. സ്വാഭാവിക മരണക്കേസുകളിൽ എഴുതിത്തള്ളിയ അസ്ഥിക്കൂടമാണോ അതോ ആത്മഹത്യ അസ്ഥിക്കൂടമാണോ, അതോടൊപ്പം തന്നെ മിസ്സിംഗ് കേസുകളിലുള്ള വ്യക്തിയുടെ അസ്ഥിക്കൂടമാണോ എന്നീ കണ്ടെത്തലുകളെല്ലാം വരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ജോസഫ്? രേണുക, ഈ 6ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ തലയൊഴികെയുള്ള അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് സമരസമിതിയുടെ അഭിഭാഷകനായിട്ടുള്ള മഞ്ജുനാഥ എന്നാണ് സത്യമേവ ജയതേ എന്ന അടിക്കുറിപ്പോടുകൂടി ഇപ്പോൾ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ സ്ഥലത്ത് നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും കേരള വിഷൻ ന്യൂസ് ആദ്യം മുതൽക്ക് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു സത്യകഥയാണ് എന്നുള്ളത്. ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 6ാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ തലയൊഴികെയുള്ള അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഈ പ്രദേശത്ത് കൂടുതൽ വിദഗ്ധമായ പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള അധികൃതർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിദഗ്ധമായ പരിശോധന നടത്തി ഇത്തരത്തിൽ തെളിവുകൾ സസൂക്ഷ്മം ശേഖരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ആദ്യഘട്ട പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ ആദ്യഘട്ട പരിശോധനകളിലെല്ലാം തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു അനൌദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. പക്ഷെ അത് സത്യസന്ധമായ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. SITയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായില്ലെങ്കിൽ കൂടി വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും 6ാമത്തെ പോയിന്റിൽ നിന്ന് തലയൊഴികെയുള്ള അസ്ഥിയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശരിയാക്കിയാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. 13 പോയിന്റുകൾ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ട പരിശോധന പുരോഗമിക്കുന്ന ആ ദിവസങ്ങളിൽ തന്നെ കൃത്യമായ സൂചനകൾ ലഭിച്ചതാണ്. ആദ്യഘട്ടത്തിൽ കുഴിയെടുത്ത ഭാഗത്ത് നമ്മൾ കേരള വിഷൻ ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത്. ബ്ലൗസ് അടക്കമുള്ള സാധനങ്ങൾ കിട്ടിയിരുന്നു. ബ്ലൗസ്, ഹാൻഡ് ബാഗ്, അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള രേഖകൾ. അത് ഈ ഗംഗോത്രി ലോഡ്ജിൽ ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീയുടെ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുകയും SIT സംഘം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിർണായക വിവരങ്ങളും നിർണായക തെളിവുകളും ഇപ്പോൾ SIT സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കെട്ടുകഥയല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സത്യമായ കാര്യം. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇവിടെ നിന്നും പങ്കുവെക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ വാർത്ത കൊടുത്തപ്പോൾ പലരും അഭിപ്രായപ്പെട്ടത് ഇതൊരു കെട്ടുകഥയാണ് എന്നുള്ള രീതിയിലാണ്. ഇത്തരം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊരു കാര്യം എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണാത്മക പരമ്പര കേരള വിഷൻ ന്യൂസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥലയിൽ 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു കേരള മാധ്യമം റിപ്പോർട്ട് ചെയ്തത് കേരള വിഷൻ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു. സാക്ഷി പറഞ്ഞ അല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന രീതിയിൽ ഇപ്പോൾ അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു. തലയൊഴികെ ബാക്കിയുള്ള അസ്ഥികളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കേരള വിഷൻ ന്യൂസ് ആദ്യം മുതൽ തന്നെ ഈ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ
പുറത്തു കൊണ്ടുവരികയായിരുന്നു. സ്ഥലത്തെ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. സാക്ഷി പറഞ്ഞ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. 1ാമത്തെ ഭാഗത്ത് നിന്നും ബ്ലൗസും അതോടൊപ്പം തന്നെ ബാഗും അങ്ങനെ മറ്റു പല സാധനങ്ങളും കിട്ടിയിരുന്നു. ഇപ്പോൾ 6ാമത്തെ ഭാഗത്ത് നിന്ന് ഒരു അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഫോറൻസിക് പരിശോധനയ്ക്കായിരിക്കും ഈ അസ്ഥി ആരുടെ, സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ ആരുടേതാണ് എന്നൊരു വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇനി ബാക്കിയുള്ള കുഴികൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 6 മുതൽ 13 വരെയുള്ള കുഴികളാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. അതിൽ 6ാമത്തെ കുഴിയിൽ നിന്നാണ് ഒരു അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത്. തലയൊഴികെയുള്ള ബാക്കി ഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. സാക്ഷി മൊഴി അല്ലെങ്കിൽ സാക്ഷി പറഞ്ഞ രീതിയിലെ 6ാമത്തെ കുഴിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. 6 അടി താഴ്ചയാണ് കുഴിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു അസ്ഥികൂടം നമുക്ക് കണ്ടെത്താനായത് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഒരു നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇത്. കെട്ടിച്ചമച്ച കഥയല്ല. ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ നടന്ന ഒരു സംഭവം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി എന്നൊരു വിവരം കൂടി ലഭിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ നിർണായക കണ്ടെത്തൽ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ നിർണായക കണ്ടെത്തൽ. സ്ഥലത്തെ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. സാക്ഷി പറഞ്ഞ രീതിയിൽ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 6 പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ 6 മുതൽ 8 വരെയുള്ള പോയിന്റുകൾ വനത്തിനുള്ളിലുള്ള പ്രദേശമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. നിർണായക തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 അടി താഴ്ചയിലാണ് ഈ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ഒരു നിർണായക വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഇത് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, ഈ അസ്ഥികൂടത്തിന് പുറമെ നമുക്ക് മറ്റെന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ബാഗുകളോ അതോടൊപ്പം തന്നെ ഡിജിറ്റൽ രേഖകളടക്കം IT പ്രൂഫുകളടക്കം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? രേണുക, നിർണായക വിവരങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. എന്തായാലും മനുഷ്യന്റേതിന് സമാനമായിട്ടുള്ള ഒരു അസ്ഥികൂടമാണ് 6ാമത്തെ പോയിന്റിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 5 പോയിന്റുകൾ ഏറ്റവും വലിയ വെല്ലുവിളി ഈ പുഴയ്ക്ക് തൊട്ട് സമീപമായിരുന്നു മറ്റ് 5 പോയിന്റുകളും രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി സൃഷ്ടിച്ച കാര്യമാണ്. കാരണം ഇത്തരത്തിൽ 1 അടി താഴ്ചയിൽ കുഴി കുഴിക്കുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതാണ്. അതായത് 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുക ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല 2018 ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഒരു 10 മീറ്ററിലധികം ഈ ഭാഗത്ത് വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അത് ദിവസങ്ങളോളം നീണ്ടു നിന്നിരുന്നു. അങ്ങനെ ഈ ഭാഗത്തെ വലിയ രീതിയിൽ മണ്ണൊലിപ്പ് നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗങ്ങളിലെ തെളിവുകൾ നശിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ശുചീകരണ തൊഴിലാളി ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയതാണ്. മാത്രവുമല്ല ഈ 15 മണിക്കൂറിലധികം ശുചീകരണ തൊഴിലാളിയെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിനു മുമ്പ് കോടതിയും രേഖപ്പെടുത്തിയിരുന്നു. ഇയാളുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് ഇത്രയും വലിയൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായത്. ഇതിൽ ഇയാളുടെ വാക്കുകൾ 100% ശരിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശുചീകരണ തൊഴിലാളിക്ക് ഒരു സ്ഥലത്ത് തൃപ്തി വരുന്നത് വരെ കുഴിച്ചെടുക്കണമെന്നാണ് അന്വേഷണ സംഘം തൊഴിലാളികളോടും മറ്റ് ഉദ്യോഗസ്ഥരോടും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ കുഴിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ സമാനമായിട്ടുള്ള അസ്ഥികളാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. തലയൊഴികെയുള്ള ഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലും സമാന രീതിയിൽ വിവരങ്ങൾ തെളിവുകൾ ലഭിച്ചിരുന്നു. അത് അതീവ രഹസ്യമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം കാത്തുപരിപാലിക്കുകയായിരുന്നു. ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം DGP നൽകിയിരുന്നു. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകത്തിലെ ദക്ഷിണ കന്നഡ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു
പുറത്തു വരുന്നത് അത് ഇവിടുത്തെ സാമൂഹിക അവസ്ഥയെ വലിയ രീതിയിൽ കലുഷിതമാക്കും. വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന്റെ ഗൗരവം പരിഗണിച്ച് ഒരു വിവരങ്ങളും പങ്കുവയ്ക്കരുതെന്ന് കർശന നിർദ്ദേശമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത്. നമ്മൾ ആദ്യഘട്ടം മുതലേ ഇവിടെയുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച് ഒന്നാം ദിവസത്തിൽ തൊഴിലെടുക്കാൻ വേണ്ടി വന്നിരുന്നവരല്ല രണ്ടാം ദിവസത്തിൽ മണ്ണ് കിളച്ചുള്ള പരിശോധനയ്ക്ക് വന്നത്. അങ്ങനെ അത്രത്തോളം പഴുതടച്ച നീക്കങ്ങളുമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ 6ാമത്തെ പോയിന്റിൽ നിന്ന് ഇപ്പോൾ മനുഷ്യന്റെ സമാനമായിട്ടുള്ള അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 4ാമത്തെ പോയിന്റിൽ നിന്ന് ഇതിനോടകം തന്നെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള അനൗദ്യോഗിക വിവരമാണ് ലഭിക്കുന്നത്. അത് 4ാമത്തെ പോയിന്റ്. എന്തായാലും ഈ കേസിലെ